നമസ്കാരം കുട്ടികളെ. നമ്മളിന്ന് ഫോക്കസ് ഏരിയയിലുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് എടുക്കാൻ പോവാണ്. അത് വേറൊന്നുമല്ല, ദാറ്റ് ഈസ് പാർട്ടിക്കിൾ നേച്ചർ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ. അപ്പോൾ പാർട്ടിക്കിൾ നേച്ചർ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളിപ്പോൾ ഒരു റേഡിയേഷൻ എടുക്കുമ്പോൾ, ഒരു ലൈറ്റ് റേഡിയേഷൻ എടുക്കുമ്പോൾ അതിന് പ്രധാനമായിട്ട് രണ്ട് പ്രോപ്പർട്ടീസ് ഉണ്ട്. അതിലൊന്നിന് പറഞ്ഞ പേര് വേവ് നേച്ചർ എന്നും രണ്ടാമത്തേനെ പാർട്ടിക്കിൾ നേച്ചർ എന്നും പറയും. ഇത് രണ്ടും കൂടെ കളക്റ്റീവായിട്ട് വിളിക്കുന്ന പേരുണ്ട്. ദാറ്റ് ഈസ് കോൾഡ് ഡ്യുവൽ നേച്ചർ ഓഫ് ഇലക്ട്രോൺ. നിങ്ങൾ കേട്ടാണ് ഡ്യുവൽ നേച്ചർ. അപ്പോൾ വേവ് നേച്ചർ ആൻഡ് പാർട്ടിക്കിൾ നേച്ചർ, ദേ ആർ കോൾഡ് ഡ്യുവൽ നേച്ചർ ഓഫ് ഇലക്ട്രോൺ അല്ലെങ്കിൽ ലൈറ്റ്. ഓക്കെ, ഇവിടെ ഇപ്പം നമ്മൾ ലൈറ്റിനെ കുറിച്ചാണ് പഠിക്കുന്നത്, അതുകൊണ്ട് ഡ്യുവൽ ക്യാരക്ടർ പഠിക്കാൻ സാധിക്കും. ഇനിയും ഇവിടെ ഈ വേവ് നേച്ചർ അതുപയോഗിച്ച് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. നിങ്ങൾ ഫിസിക്സിൽ പഠിച്ചിട്ടുള്ള ഈ ഡിഫ്രാക്ഷൻ, ഇൻ്റർഫറൻസ് എന്നൊക്കെ പറഞ്ഞുള്ള പ്രോപ്പർട്ടീസ് ഉണ്ട്. അതെല്ലാം വേവ് നേച്ചർ ഉപയോഗിച്ച് എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ബട്ട് ദ പാർട്ടിക്കിൾ നേച്ചർ ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ എക്സ്പ്ലെയിനിങ് വെരി ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടി ദാറ്റ് ഈസ് കോൾഡ് ബ്ലാക്ക് ബോഡി റേഡിയേഷൻ, ദ ലൈൻ സ്പെക്ട്രം ഓഫ് ഹൈഡ്രജൻ, ലൈക്ക് ദാറ്റ്. അപ്പോൾ അങ്ങനെയുള്ള കുറേ പ്രോപ്പർട്ടീസ് എല്ലാം നമ്മൾ അതുപയോഗിച്ചാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഈ ടോപ്പിക്കിൽ നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. നിങ്ങളുടെ സിലബസിനകത്ത് എടുത്ത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതിൽ ഒന്നാമത്തെ പ്രോപ്പർട്ടി എന്താണെന്ന് ചോദിച്ചാൽ, ദാറ്റ് ഈസ് ഒന്നാമത്തെ തിയറിയാണ്. പ്ലാങ്ക്സ് ക്വാണ്ടം തിയറി. ഇതാണ് ആദ്യം നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്, പ്ലാങ്ക്സ് ക്വാണ്ടം തിയറി. ഓക്കെ, എന്താണ് ഈ മാക്സ് പ്ലാങ്ക് എന്നൊരു സയൻറ്റിസ്റ്റ് ഉണ്ടായിരുന്നു. അദ്ദേഹമാണ് ഇത് സ്റ്റഡി ചെയ്തത്. അദ്ദേഹം സ്റ്റഡി ചെയ്ത് വളരെ സിമ്പിളായ സംഭവമാണ്. അതായത് ഒരു സോഴ്സ് ഓഫ് ലൈറ്റും ഒരു ബോഡിയും തമ്മിൽ എങ്ങനെ ഇൻട്രാക്ട് ചെയ്യുന്നത്, അതിനെക്കുറിച്ചുള്ള ഒരു സ്റ്റഡി അദ്ദേഹം ചെയ്തത്. എന്തൊക്കെയാണ്? സോഴ്സ് ഓഫ് ലൈറ്റും ഒരു ബോഡിയും. ഓക്കെ, എന്നിട്ട് അദ്ദേഹത്തിൻ്റെ റിസൾട്ടുകൾ, പ്രധാനമായിട്ട് 3 റിസൾട്ടുകൾ അദ്ദേഹം കണ്ടുപിടിച്ചു. അതെന്തൊക്കെയാണെന്നൊന്ന് പറയാൻ പോവാണ്. അതിലൊന്നാമത്തെ പോയിൻ്റ് എന്താണെന്ന് ചോദിച്ചാൽ, എ ബോഡി ക്യാൻ അബ്സോർബ് or emit the light not continuously but discontinuously in the form of small energy packets. They are called quanta. അതാണ് ഒന്നാമത്തെ പോയിന്റ്. ഓക്കെ, ഒരു സോഴ്സ് ഓഫ് ലൈറ്റ്, ഇതൊരു സോഴ്സ് ഓഫ് ലൈറ്റ് ആണെന്നിരിക്കട്ടെ, ഇങ്ങനെ റേഡിയേഷൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇതൊരു ബോഡി. അപ്പോൾ ഇവിടുന്ന് വരുന്ന റേഡിയേഷൻ നേരെ ഇവിടേക്ക് വന്ന് ഫോളോ ചെയ്യാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഇത് ഡിസ്കണ്ടിന്യൂസ് ആയിട്ടാണ് എമിറ്റ് ചെയ്യപ്പെടുന്നത്, കണ്ടിന്യൂസ് ആയിട്ടല്ല. ഇൻ ദ ഫോം ഓഫ് സ്മോൾ എനർജി പാക്കറ്റ്സ്, ചെറിയ ചെറിയ എനർജി പാക്കറ്റുകളായിട്ടാണ്. ആ എനർജി പാക്കറ്റുകൾക്ക് അദ്ദേഹം കൊടുത്ത പേരാണ് ക്വാണ്ട എന്ന് പറയും. ഓരോ എനർജി പാക്കറ്റിനും വിളിച്ച പേരാ ക്വാണ്ടം എന്ന് പറയും, അല്ലേ? ക്വാണ്ടം നിങ്ങൾ കേട്ടുവാണ്. ഇൻ ദ കേസ് ഓഫ് സൺലൈറ്റ് ഈച്ച് എനർജി പാക്കറ്റ് ഈസ് കോൾഡ് ഫോട്ടോൺ. അങ്ങനെ വാക്കുകൾ കേട്ട് കാണാം, ഫോട്ടോൺ. അത് ലൈറ്റുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നൊരു വാക്കാണിത്, അല്ലേ? ശരിയല്ലേ? ഓക്കെ, അപ്പോൾ ദാറ്റ് ഇസ് എ ഫസ്റ്റ് പോയിന്റ്. എന്താണ്? എ ബോഡി ക്യാൻ എമിറ്റ് ഓർ അബ്സോർബ്. ഇവിടുന്ന് എമിറ്റ് ചെയ്യപ്പെടുന്ന ഇവിടെ അബ്സോർബ് ചെയ്യപ്പെടുകയാണ്. ദ ലൈറ്റ് ഇൻ ദ ഫോം ഓഫ് സ്മോൾ എനർജി പാക്കറ്റ്സ്, ദേ ആർ കോൾഡ് വാട്ട്? ക്വാണ്ട. ക്വാണ്ട എന്ന് പറഞ്ഞാൽ പ്ലൂറലാണ് കേട്ടോ. ക്വാണ്ടം ഒരു പാക്കറ്റ്, അത് സിംഗുലറാണ്. ഓക്കെ, ഇൻ ദ കേസ് ഓഫ് ലൈറ്റ് ദാറ്റ് പാക്കറ്റ് ഈസ് കോൾഡ് ഫോട്ടോൺ. ഇതാണ് ഫസ്റ്റ് പോയിന്റ്. ഇനി സെക്കൻഡ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, ദ എനർജി ഓഫ് ഈച്ച് ക്വാണ്ടം is directly proportional to the frequency of the radiation. ഒരു എനർജി പാക്കിൻ്റെ ആ എനർജി എന്ന് പറയുന്നത് അതിൻ്റെ ഫ്രീക്വൻസിക്ക് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷനാണ്. അപ്പോൾ അതെങ്ങനെ ഇക്വേഷൻ ആയിട്ട് എഴുതാം? എനർജി ഈസ് ടേക്കൺ ആസ് ഇ, ദാറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഫ്രീക്വൻസി. അത് ന്യൂ എന്ന് എടുക്കുകയാണ്. അല്ലെങ്കിൽ ഇ ഈസ് ഈക്വൽ ടു എച്ച് ഇൻറ്റു ന്യൂ. കണ്ടോ, ഒരു പുതിയ ഇക്വേഷൻ നമുക്ക് കിട്ടുകയാണ്. എച്ച് ഇൻറ്റു ന്യൂ. വാട്ട് ഈസ് എച്ച്? എച്ച് ഈസ് എ കോൺസ്റ്റൻറ്റ് നോൺ ആസ് Planck's constant, and his value is found to be 6.626 into 10 raised to minus 34 joules second. ഇത് ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ്. 6.626 into 10 raised to minus 34 joules second. ഇതാണ് സെക്കൻഡ് പോയിൻ്റ് ആയിട്ട് അദ്ദേഹം പറയുന്നത്. എന്താണ് സെക്കൻഡ് പോയിന്റ്? എനർജി ഓഫ് ഈച്ച് ക്വാണ്ടം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇസ് ഫ്രീക്വൻസി, ഓർ ഇ ഈസ് ഈക്വൽ ടു S nu, what is H? Planck's constant, and his value is 6.626 into 10 raised to minus 34 joules second. Clear ആയല്ലോ? ഓക്കെ, ഇനി തേർഡ് പോയിൻ്റ് ആയിട്ട് പറയുന്നത്, എ ബോഡി ക്യാൻ അബ്സോർബ് ഓർ എമിറ്റ് ദ റേഡിയേഷൻ by an amount of either S nu or an integral multiple of S nu.
അതായത് ഒരു ബോഡി സോഴ്സ് ഓഫ് ലൈറ്റിനെ അബ്സോർബ് ചെയ്യപ്പെടുകയോ അല്ലെങ്കിൽ എമിറ്റ് ചെയ്യപ്പെടുകയോ രണ്ടും ആകാമല്ലോ. അതിൻ്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഒന്നുകിൽ അത് ഒരു എസ്നു ആയിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ആയിരിക്കും. ഓക്കെ, അത് നമുക്ക് എങ്ങനെ എഴുതാൻ സാധിക്കും? നോക്കി, എനർജിയുടെ ക്വാണ്ടിറ്റി എന്നെടുക്കുകയാണ്. ഓക്കെ, എനർജി ദാറ്റ് ഈസ് ഈക്വൽ ടു ഒരു പാക്കറ്റാണ് അബ്സോർബ് ചെയ്തതെങ്കിൽ അതിൻ്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് എസ്നു എന്ന് എടുക്കാൻ സാധിക്കും. ഒരു പാക്കറ്റ് മാത്രമാണെങ്കിൽ. 2 പാക്കറ്റ് ആണെങ്കിലോ അത് 2 എസ്നു എന്നാവും. 3 പാക്കറ്റ് ആണെങ്കിലോ 3 എസ്നു എന്നാവും. കണ്ടോ? അപ്പോൾ ജനറലായിട്ട് പറഞ്ഞാൽ അവിടെ നമുക്ക് n എന്നൊരു വാല്യൂ കൊടുത്തേ. അപ്പോൾ E ഈസ് ഈക്വൽ ടു വാട്ട്? n എസ്നു. What is n? n is an integer like 1, 2, 3, 4 like that. കണ്ടോ? ഇതാണ് മൂന്നാമത്തെ പോയിൻ്റായിട്ട് അദ്ദേഹം പറഞ്ഞേക്കുന്നത്. എന്താണ്? എനർജി ഓഫ് ദ ബോഡി അല്ലെ എനർജി ഓഫ് ദ പാക്കറ്റ് അബ്സോർബ്ഡ് ബൈ എ ബോഡി ഈസ് എയ്തർ ബൈ ആൻ എമൗണ്ട് ഓഫ് എസ് ന്യൂ ഓർ ആൻ ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് എസ് ന്യൂ. ഇപ്പോൾ ഒരു ബോഡി അബ്സോർബ് ചെയ്യപ്പെടുന്ന ക്വാണ്ടിറ്റി ഓഫ് എനർജി എന്ന് പറയുന്നത് അതൊന്നുകിൽ ഒരു എസ് ന്യൂ ആകാം, അല്ലെങ്കിൽ അതിൻ്റെ ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് എസ് ന്യൂ ആകാം. ക്ലിയർ ആയല്ലോ? ഇതാണ് 3 പോയിൻറ്റ്സ് ആയിട്ട് അദ്ദേഹം പറഞ്ഞേക്കുന്നത്. ക്ലിയർ? അപ്പോൾ ഒന്നുകൂടെ പറയാൻ ശ്രദ്ധിക്കുക. മാക്സ് പ്ലാങ്ക് who studied the interaction of a source of light and a body. Then he arrived at 3 important postulates. The first one is that a body can absorb or emit the light by an amount of, a body can absorb or emit light not continuously but discontinuously in the form of small energy packets. They are called what? Quanta. Okay, and each energy packet is called a quantum. In the case of sunlight, the packet is called a photon. Second one, the energy of each quantum is directly proportional to the frequency of radiation nu. Okay, or E is equal to S nu. What is H? Planck's constant, and its value is 6.626 into 10 raised to minus 34 joule second. Okay, then third one is energy of the body can absorb or emit by an amount of S nu or an integral multiple of S nu. ഒരു ബോഡി അബ്സോർബ് ചെയ്യപ്പെടുന്നതോ അല്ലെങ്കിൽ എമിറ്റ് ചെയ്യപ്പെടുന്നതോ ആയിട്ടുള്ള ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഒന്നുകിൽ ഒരു എസ് ന്യൂ ആകാം, അല്ലെങ്കിൽ അതിൻ്റെ ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ആകാം. അതാണ് മൂന്നാമത്തെ പോയിൻറ്റ്. അപ്പോൾ അതിൻ്റെ സിമ്പിൾ E ഈസ് ഈക്വൽ ടു n എസ് ന്യൂ എന്നാണ്. വാട്ട് ഈസ് n? n ഈസ് എ ഇൻറ്റിജർ ലൈക്ക് 1, 2, 3 എക്സെട്ര. ക്ലിയർ ആയല്ലോ? ഓക്കെ, ഇതാണ് ഒന്നാമത്തെ ഒരു പോയിൻറ്റ്. ഇനി അടുത്ത ഒരു പ്രധാനപ്പെട്ട പോയിൻ്റ് ഇതിനകത്ത് നിങ്ങൾക്ക് വന്നേക്കുന്നത് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്നൊരു ഭാഗമാണ്. ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്താണ്? ഈ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ നോക്കുക. ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ഓക്കെ, ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ, ചില മെറ്റലിൻ്റെ സർഫസിലോട്ട് ലൈറ്റ് റേഡിയേഷൻ വന്ന് ഫോളോ ചെയ്യുമ്പോൾ അതിൻ്റെ സർഫസിൽ നിന്ന് ഇലക്ട്രോൺ എജക്റ്റ് ചെയ്യും. ഈ ഒരു ഫിനോമിനോൺ വിളിച്ച പേരാണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറയും. അപ്പോൾ ഇറ്റ് ഈസ് എ ഫിനോമിനോൺ ഓഫ് ഇജക്ഷൻ ഓഫ് ഇലക്ട്രോൺ ഫ്രം ദ മെറ്റൽ സർഫസ് വെൻ ലൈറ്റ് ഓഫ് സർട്ടൻ മിനിമം ഫ്രീക്വൻസി സ്ട്രൈക്സ് ഓൺ ഇസ്. അപ്പോൾ എല്ലാ മെറ്റൽസിനും ഈ ഒരു പ്രോപ്പർട്ടി ഇല്ല. അപ്പോൾ നോക്കി, അപ്പോൾ ഇതൊരു മെറ്റലായിട്ട് നിങ്ങൾ അസ്യൂം ചെയ്യാം. ഇതൊരു മെറ്റൽ, ഇതിൻ്റെ സർഫസിലോട്ട് ലൈറ്റ് വന്ന് വീഴുന്നു, ഇവിടുന്ന് ഇലക്ട്രോൺ തെറിച്ചു പോകും. ഈ ഇലക്ട്രോണിന് പ്രത്യേക പേരുണ്ട് കേട്ടോ. ദാറ്റ് ഈസ് കോൾഡ് ഫോട്ടോ ഇലക്ട്രോൺസ് എന്നാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഇൻസിഡൻറ്റ് റേഡിയേഷൻ എന്ന് പറയും. ഇത് എല്ലാ മെറ്റൽസ് ഈ പ്രോപ്പർട്ടി ഇല്ല. പ്രത്യേകം ഓർത്തിരിക്കുക, പ്രധാനമായിട്ടും ആൽക്കലി മെറ്റൽസ്. ആരൊക്കെ ആൽക്കലി മെറ്റൽസ്? ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീഷ്യം എക്സെട്ര. അതിൽ തന്നെ സീഷ്യത്തിനാണ് ആ ഒരു പ്രോപ്പർട്ടി ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത്. അത് വേണമെങ്കിൽ 1 മാർക്ക് ക്വസ്റ്റൻ ആയിട്ട് ചോദിക്കാം. അതിന് കാരണം വേറൊന്നുമല്ല, ആൽക്കലി മെറ്റൽസിൻ്റെ അയണൈസേഷൻ എൻതാൽപ്പി വളരെ കുറവാണ്. സീഷ്യം എന്ന് പറയുമ്പോൾ വലിയൊരു ആറ്റമാണ് അല്ലേ, സൈസ് വളരെ കൂടുതലാണ്. അപ്പോൾ അയണൈസേഷൻ എൻതാൽപ്പി കുറവായിരിക്കും. അപ്പോൾ അറ്റോമിക് സൈസും അയണൈസേഷൻ എൻതാൽപ്പി എന്താ? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനാണ്, നിങ്ങൾക്ക് അറിയാതെ. അപ്പോൾ അതുകൊണ്ട് സീഷ്യം പോലുള്ള മെറ്റൽസാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതലായിട്ട് ഈ പ്രോപ്പർട്ടി കാണിക്കുന്നത്. നിങ്ങൾ കേട്ടില്ലേ സോളാർ സെല്ലുകൾ? സോളാർ സെല്ലിനകത്തൊക്കെ ഈ ഒരു പ്രിൻസിപ്പിളാണ്, മനസ്സിലായി? ആൽക്കലി മെറ്റൽസ് പോലുള്ള മെറ്റൽസാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ നോക്കി, ഇറ്റ് ഈസ് എ ഫിനോമിനോൺ ഓഫ് ഇജക്ഷൻ ഓഫ് ഇലക്ട്രോൺ ഫ്രം ദ മെറ്റൽ സർഫസ് വെൻ ലൈറ്റ് ഓഫ് സർട്ടൻ മിനിമം ഫ്രീക്വൻസി സ്ട്രൈക്സ് ഓൺ ഇറ്റ് സർഫസ്. ഇതാണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറഞ്ഞത്. ഇനി വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്? എന്തൊക്കെ ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടീസ് നമുക്ക് എടുത്തു പറയാൻ പറ്റുന്നത്? അതിൽ ഒന്നാമത്തെ പ്രോപ്പർട്ടി എന്താണെന്ന് ചോദിച്ചാൽ, ഫോർ ദ ഇജക്ഷൻ ഓഫ് ഇലക്ട്രോൺ ഫ്രം ദ മെറ്റൽ സർഫസ് is that the minimum frequency light is required for the ejection, and that minimum frequency is what is called threshold frequency.
ഇതറിഞ്ഞിരിക്കുക. ത്രഷോൾഡ് ഫ്രീക്വൻസി അതിൻ്റെ സിമ്പിൾ എന്താണെന്ന് ചോദിച്ചാൽ ന്യൂ എന്നിട്ടിട്ട് 0 എന്നാണ് കേട്ടോ. അപ്പോൾ ത്രഷോൾഡ് ഫ്രീക്വൻസി എന്താണെന്ന് ചോദിച്ചാൽ എന്ത് പറയും? ഇറ്റ്സ് എ മിനിമം ഫ്രീക്വൻസി ലൈറ്റ് ദറ്റ് ഈസ് റിക്വയർഡ് ഫോർ ഇജക്ഷൻ ഓഫ് ഇലക്ട്രോൺ ഫ്രം ദ മെറ്റൽ സർഫസ്. ദറ്റ് ഈസ് കോൾഡ് ത്രഷോൾഡ് ഫ്രീക്വൻസി. ക്ലിയർ? പിന്നെ അതിനാവശ്യമായിട്ടൊരു മിനിമം എനർജി വേണ്ടേ? ആ എനർജിക്ക് ഒരു പ്രത്യേക പേരുണ്ട്. ദറ്റ് ഈസ് കോൾഡ് വർക്ക് ഫംഗ്ഷൻ എന്ന് പറയും. വർക്ക് ഫംഗ്ഷൻ. അതിൻ്റെ സിമ്പിൾ W0 എന്നാണ്. അത് കണ്ടുപിടിക്കുന്നത് H×μ0 എന്നാണ്. അപ്പോൾ വർക്ക് ഫംഗ്ഷനും ത്രഷോൾഡ് ഫ്രീക്വൻസിയും രണ്ടും ഇതിനകത്ത് വരുന്നുണ്ട്. ത്രഷോൾഡ് ഫ്രീക്വൻസി മീൻസ് മിനിമം ഫ്രീക്വൻസി ഓഫ് ലൈറ്റ്. വർക്ക് ഫംഗ്ഷൻ മീൻസ് ദ മിനിമം എമൗണ്ട് ഓഫ് എനർജി റിക്വയർഡ് ഫോർ ദ ഫോട്ടോഇലക്ട്രിക് എഫക്റ്റ്. ദറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ ദ സിമ്പിൾ W0 ദറ്റ് ഈസ് ഈക്വൽ ടു H×μ0. ക്ലിയർ ആയല്ലോ? ഓക്കെ. ദെൻ സെക്കൻഡ് പോയിൻ്റ് എന്താണെന്ന് ചോദിച്ചാൽ the kinetic energy of this photoelectron that is directly proportional to the frequency of incident radiation. Ke proportion nu. ഇതാണ് അടുത്ത ഒരു പോയിൻ്റായിട്ട് ഓർത്തിരിക്കേണ്ടത്. Ke means kinetic energy ആണ്. That is directly proportional to frequency of the incident radiation. എന്ന് പറഞ്ഞാൽ വന്ന് വീഴുന്ന റേഡിയേഷൻ്റെ ഫ്രീക്വൻസി കൂടുതലാണെങ്കിൽ ആ തെറിച്ചു പോകുന്ന ഫോട്ടോ ഇലക്ട്രോണിൻ്റെ കൈനറ്റിക് എനർജി വളരെ ഹൈ ആയിരിക്കും. അത് നമുക്ക് വേറെ ഫോമിലേക്ക് എഴുതാം. Ke is equal to H×nu എന്ന് എഴുതാം. കണ്ടോ? K is equal to H×nu. പിന്നെ K വാല്യൂ കണ്ടുപിടിക്കാൻ വേറെ ഇക്വേഷൻ കൂടിയുണ്ട്. ഇതുകൂടെ നിങ്ങൾ കാണാൻ പഠിച്ചോണം കേട്ടോ. K is equal to H×nu minus μ0 എന്നൊരു ഇക്വേഷൻ ഉണ്ട്. ഇത് വെച്ച് പ്രോബ്ലം ചോദിക്കും. ഇതിൻ്റെ ഡെറിവേഷൻ നിങ്ങൾക്ക് വേണ്ട, ഫിസിക്സിനകത്ത് വരും, അത് പഠിച്ചാൽ മതി. K means kinetic energy that is equal to H×nu minus μ0. What is nu? Nu is the frequency of incident radiation. μ0 means threshold frequency. അല്ലെങ്കിൽ വേറെ ഇക്വേഷൻ ഉണ്ട്. ഈ K എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ½ mv² എന്നാണ്. അപ്പോൾ ½ mv² ഈസ് ഈക്വൽ ടു H×nu minus μ0 എന്നാണ്. കണ്ടോ? ഇങ്ങനെ ഇക്വേഷൻ ഉണ്ട്. ഇനി മൂന്നാമത്തെ പോയിൻ്റ് എന്താണെന്ന് ചോദിച്ചാൽ ദ നമ്പർ ഓഫ് ഫോട്ടോ ഇലക്ട്രോൺ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ഇൻറ്റൻസിറ്റി ഓഫ് ദ ഇൻസിഡന്റ് റേഡിയേഷൻ. ഇതറിഞ്ഞിരിക്കുക. എന്താണ് ഇൻറ്റൻസിറ്റി? തീവ്രത. അപ്പോൾ എത്ര ഇലക്ട്രോൺ പോകുന്നു എന്ന് തീരുമാനിക്കുന്നത് അതിൽ വന്ന് വീഴുന്ന റേഡിയേഷൻ്റെ ഇൻറ്റൻസിറ്റിയാണ്. ഇൻറ്റൻസിറ്റി കൂടിയ ലൈറ്റ് ആണെങ്കിൽ കൂടുതൽ ഇലക്ട്രോൺസ് തെറിച്ചു പോകും. അതല്ല ഇൻറ്റൻസിറ്റി കുറവാണെങ്കിൽ പോകുന്ന ഇലക്ട്രോണിൻ്റെ എണ്ണം വളരെ കുറവായിരിക്കും. സോ ദീസ് ആർ ദ ഇമ്പോർട്ടൻറ്റ് പോസിറ്റീവ്സ് ഓഫ് വാട്ട് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. ഒന്ന് പറയാൻ ശ്രദ്ധിക്കാം. ഇറ്റ് ഈസ് എ ഫിനോമിനോൺ ഓഫ് ഇജക്ഷൻ ഓഫ് ഇലക്ട്രോൺ ഫ്രം ദ മെറ്റൽ സർഫസ് വെൻ ലൈറ്റ് ഓഫ് സർട്ടൻ മിനിമം ഫ്രീക്വൻസി സ്ട്രൈക്സ് ഓൺ ഇറ്റ്സ് സർഫസ്. Especially alkali metal shows this property. Cesium metal, this principle is widely used in the solar cell. Why this alkali metal is used in the solar cell? Because atomic size is very high, therefore its ionization enthalpy is very low. That is why these metals are widely used in the photoelectric cells. Then what are the important characteristic properties of photoelectric cell? The first one is that there is a minimum frequency light is required for ejection of electron from the metal surface, and that frequency is what is called the threshold frequency, denoted by the symbol μ0. The minimum amount of energy required for the ejection of electron from the metal surface, that is called work function, that is given by the equation W0 is equal to H×μ0. What is H? Planck's constant. Clear? Second thing, the kinetic energy that is directly proportional to the frequency of incident radiation. If greater the frequency, greater will be the kinetic energy. That is given by the equation K is equal to S_nu, or the kinetic energy of photoelectron that is given by the equation K equal to H×nu minus μ0, or ½ mv² is equal to H×nu minus μ0. Clear? Then the third point is that the number of photoelectron ejected from the metal surface that is directly proportional to the intensity of incident radiation. If greater the intensity of radiation, greater will be the number of photoelectron ejected from the metal surface. So these are the important characteristic properties of ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. ക്ലിയർ? അപ്പോൾ ഇത് നിങ്ങൾ ശരിക്ക് വീഡിയോസ് എല്ലാം കണ്ട് മനസ്സിലാക്കുക. ഇതിൻ്റെ നോട്ട്സ് ഞാൻ അയച്ചു തരാം. ഓക്കെ, സീ യു നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ.